നമസ്കാരം, ഞാൻ അനിഷ വൈശാഖ്. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ജാം റോൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ ദോശക്കല്ലിൽ തന്നെ ഈ ജാം റോൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വെള്ളമൊന്നും ഒട്ടും ഇല്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 മുട്ടയുടെ വെള്ള പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. യെല്ലോ പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ഫോർക്കോ സ്പൂണോ വിസ്കോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു ബീറ്ററോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ മിക്സിയിൽ ചെയ്യുന്നതിലും നമുക്ക് പെർഫെക്റ്റായിട്ട് ഉള്ള ജാം റോൾ കിട്ടുന്നത് അല്ലെങ്കിൽ സിസ് റോൾ കേക്ക് കിട്ടുന്നത് ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 1/4 ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിക്കാതെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നത് കുറച്ച് പാടാണെന്നറിയാം. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും മതി. കുറച്ച് പതഞ്ഞ് കിട്ടിയാലും മതി. പക്ഷേ അത് എത്രയാണോ അത്രയും നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അതുകൊണ്ട് മുഴുവനായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ ഒരു 1/4 ഭാഗമെങ്കിലും ബീറ്റ് ചെയ്ത് കിട്ടിയാൽ അത്രയും നല്ലതാണ്. ഞാനിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷനാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മുട്ടയുടെ മഞ്ഞ ഭാഗം കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞ ഭാഗം നേരിട്ട് ചേർക്കാതെ വേറൊരു ബൗളിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വെള്ള പോർഷനിലോട്ട് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുണ്ട്. ഇതിലിട്ടിട്ട് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ബീറ്റ് ചെയ്ത് വെച്ച വൈറ്റ് കുറച്ച് ലൂസായി പോകും പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സെയിം ഗ്ലാസിൻ്റെ 1/4 ഗ്ലാസ്സിലും കുറച്ചുകൂടി കൂടുതൽ മൈദ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു തവണ ഒന്ന് അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി മിക്സ് ചെയ്യാൻ പാടില്ല. പതുക്കെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇതേപോലുള്ള ഫ്രൈയിങ് പാനിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഏത് പാനായാലും കുഴപ്പമില്ല, അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലോ ബട്ടറോ തടവിയിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പർ ഇതിൽ വച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പേപ്പർ വയ്ക്കുന്നില്ല. 1-2 തവണ ചെയ്തപ്പോൾ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പേപ്പർ വയ്ക്കാതെ തന്നെ. അപ്പോൾ കരിഞ്ഞു പോകുന്ന ടെൻഷനുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ ഒരു പേപ്പർ റൗണ്ടിൽ നമ്മുടെ നോട്ട്ബുക്ക് പേപ്പറോ മറ്റോ വെട്ടിയിട്ട് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും വച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതേപോലുള്ള അടിയിലൊരു പഴയ ഒരു തവ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ വച്ചിട്ട് അടച്ചു കൊടുക്കാം. ഒരു റിംഗ് സ്റ്റാൻഡും കൂടി ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട്. അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. റിംഗ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കിത് ഏറ്റവും കുറഞ്ഞ തീയിൽ 10 മുതൽ 15 മിനിറ്റ് വരെയുള്ള സമയത്തിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 15 മിനിറ്റ് ആയപ്പോഴാണ് ഇത് കുക്കായി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു കത്തിയോ ഫോർക്കോ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുക്കായി വന്നിട്ടുണ്ട് എന്നാണ്. ഞാനിതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് വിടുവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ വയ്ക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തപ്പോഴും എനിക്കിങ്ങനെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ജാം ഇട്ട് കൊടുക്കാം. ജാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീമാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ജാമാണ് വെച്ചിട്ടുള്ളത്. ജാം ഹാപ്പിയുടെ ജാമാണ്, മിക്സഡ് ഫ്രൂട്ട് ജാമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ജാം എത്രത്തോളം കൂടുതൽ വയ്ക്കുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും. മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഓവറായിട്ട് ജാം വെച്ചാൽ നമ്മൾ ഇതേപോലെ റോൾ ചെയ്തെടുക്കുമ്പോൾ പുറത്തോട്ടും വരും കേട്ടോ. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മൾ അമർത്തി ഇതേപോലെ റോൾ ചെയ്യാൻ പാടില്ല. സോഫ്റ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാനിവിടെ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റിൽ പേപ്പർ ഞാൻ ന്യൂസ് പ്രിൻ്റില്ലേ, നമ്മുടെ എക്സാം പേപ്പർ, അതാണ് എക്സാമിനൊക്കെ ഉപയോഗിക്കാറുള്ള, അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നോട്ട്ബുക്ക് പേപ്പർ വച്ച് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് റോൾ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വയ്ക്കണം. ഞാനൊരു രാത്രി മൊത്തം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാത്രിയാണ് ഞാനിത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു ഡേ മൊത്തം വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞത് ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വയ്ക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഞാൻ പിറ്റേ ദിവസമാണ് ഇതെടുത്തിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതേപോലെ റോൾ ചെയ്ത് എടുക്കുമ്പോൾ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ കവർ ചെയ്ത് എടുക്കുമ്പോൾ സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പ്രസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ജാം പുറത്തോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ അമർത്തി കട്ട് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സോഫ്റ്റായിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് മുന്നിലോട്ടും ബാക്കിലോട്ടും വലിക്കുന്നത് പോലെ ഈ ഒരു മോഡൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് മറക്കാതെ ഒന്ന് കമൻറ്റും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായിട്ട്. താങ്ക്